ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഡേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ പോകുമ്പോൾ ഏതായാലും വെറും കൈയോടെ തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ. നമ്മൾ ഏതായാലും ഗൾഫിലൊക്കെ വന്നതല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനം കൊണ്ട് വരണ്ടേന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഷോപ്പിങ്ങിൽ പോയതാണ്. അപ്പോൾ ഇത് നമ്മൾ കടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒമാനിലെ ഒരു കടയാണ്. നമ്മൾ ലുല്ലു സത്യം പറഞ്ഞാൽ ഒരു കടയല്ല, കുറേ കടയിൽ കയറിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു ഷോപ്പിൽ പോയ വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. കുറച്ച് വീഡിയോ എടുത്തപ്പോൾ തന്നെ എനിക്ക് മടിയായി. അങ്ങനെയാണ്, കുറച്ച് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് മടിയാവും. സത്യം പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടല്ല നമ്മൾ ഷോപ്പിംഗ് ചെയ്തത്. കുറേ ദിവസമായിട്ട് ഇങ്ങനെ കളക്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ്. ഇതിനേക്കാളും നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ ആദ്യം എടുത്തത് ഋതുവിനൊരു പാവക്കുട്ടിയാണ്. പാവയല്ല, ഇതിൻ്റെ പേരെന്താ പറയുക, മറന്നുപോയി. അപ്പോൾ അത് സംസാരിക്കുന്നതാണ്. പിന്നെ സ്കെച്ച് പെൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊന്നൂന് എന്ന് വെച്ചാൽ ചേട്ടൻ്റെ മോക്കും ഋതുവിനൊക്കെ സ്കെച്ച് പെൻ ആവശ്യം വരുമല്ലോ, സ്കൂൾ പോകുന്ന ടൈമാണല്ലോ എന്ന് വെച്ച് നോക്കി. പിന്നെ നമുക്ക് അടുത്ത് വരാനിരിക്കുന്ന ബേബീസിന് കുറച്ച് ടവൽസും കാര്യങ്ങളൊക്കെ നോക്കി. എന്ന് വെച്ചാൽ കുറച്ച് നമ്മൾ വലിയ കുറേ സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല, കാരണം ഇനി മന്ത്സ് ഉണ്ടല്ലോ വാങ്ങാൻ വേണ്ടി. അങ്ങനെ ജസ്റ്റ് സാധനങ്ങളും കൂടെ നോക്കിയിട്ടോ ന്യൂ ബേബീസിന് വേണ്ടി. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ അങ്ങനെ അവിടെ നിന്ന് എടുത്തായിരുന്നു. പക്ഷെ നല്ല സോഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോന്നും ഓരോ റേറ്റും കാര്യങ്ങളും ആയിരിക്കും. അവിടെ വേണമെങ്കിൽ നമുക്ക് വാങ്ങാം ഇപ്പോഴേ. പക്ഷെ നമ്മളിപ്പോഴേ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഗേൾസിന് ആവശ്യമായ ഒരു ഇടത്താണ്. നമ്മൾ ഗേൾസ് ആണെങ്കിൽ ഈ സ്ഥലം കണ്ട് നമ്മൾ വിടില്ല. ചുമ്മയാണെങ്കിലും വാങ്ങാനാണെങ്കിലും വാങ്ങിയില്ലെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കും. അങ്ങനെ ഞാൻ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. ഞാൻ എപ്പോഴും ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരേ ഒരു സാധനം വെച്ചാൽ ലിപ്സ്റ്റിക്കാണ്. ലൈവിലായിരുന്നാലും വീഡിയോസ് ആയിരുന്നാലും ലിപ്സ്റ്റിക്കും മസ്റ്റായിട്ട് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. വേറെ പ്രൊഡക്ട്സും കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക്, പിന്നെ ഇത് നമ്മുടെ ലിപ് ഗ്ലോസ് ആണ്. അപ്പോൾ എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ആ സാധനങ്ങളൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യാണ്, കൊള്ളാമോ കൊള്ളില്ല. അങ്ങനെ അതിൽ നിന്ന് ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ അവിടെ എല്ലാം, പിന്നെ കുഞ്ഞുങ്ങൾക്കായിരുന്നാലും വലിയവർക്കായിരുന്നാലും എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. നമ്മൾ ക്യാഷും കൊണ്ടങ്ങ് പോയാൽ മതി ഗൈസ്, എല്ലാം കിട്ടും. നമുക്ക് വിചാരിക്കുന്ന എല്ലാ സാധനങ്ങളും അവിടെ കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ വേറെ കടയിൽ പോയി. ഇവിടുന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ കുറേ വേറെ കടയിൽ കയറാം. അങ്ങനത്തെ ഒരു മൈൻഡാണ് നമുക്ക്. ഒരു കടയിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ കടയിൽ നിന്ന് നമ്മൾ വാങ്ങില്ല, വേറെ കടയിൽ നോക്കും. പിന്നെ അമ്മയ്ക്ക് ബാഗും കാര്യങ്ങളും നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ ഇങ്ങനെ ഇട്ട് വെക്കുക, ഞാനും പറയുന്നുണ്ട് ഇട്ട് വെക്ക്. അപ്പോൾ ചേട്ടന് ഈ ബാഗ് ഇഷ്ടപ്പെട്ടായിരുന്നു. ലെതറിൻ്റെ ബാഗാണ്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ബാഗും കാര്യങ്ങളും. പക്ഷേ ഈ കളറാണെങ്കിൽ ഇങ്ങനെ എറിച്ച് നിൽക്കുന്ന കളറ്, അതുകൊണ്ട് നമ്മൾ പയ്യെ വെച്ചു. അപ്പോൾ ഈ കട ഇവിടുത്തെ ഷോപ്പിൽ ഈ ബാഗ് കൊള്ളാവും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് വേറൊരു ഷോപ്പിൽ നിന്നാണ് അമ്മയ്ക്ക് ബാഗും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടോ. പിന്നെ ചപ്പൽസ് ആയിരുന്നാലും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അതിൽ കൂടെ ജസ്റ്റ് ഒന്ന് പോവാണ് കേട്ടോ. അടുത്ത സെക്ഷനിൽ പോയത് ഡ്രസ്സും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഏതായാലും നാട്ടിൽ പോവാല്ലേ, അപ്പം പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പോവാം എന്ന് വെച്ച് അവിടെ നിന്ന് ഡ്രസ്സും ടോപ്പും കാര്യങ്ങളെല്ലാവരും നോക്കിയാണ് എനിക്കും അമ്മയ്ക്കും ഋതുവിനും വേണ്ടി. പക്ഷേ നമ്മൾ നാട്ടിലുള്ള പോലെ ഡ്രസ്സ് അവിടെ നല്ല കളക്ഷൻസും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അമ്മ ആ നീല ഡ്രസ്സാണ് എടുത്തിട്ട് പോയത്, ഞാൻ ഈ ബ്രൗൺ കളർ ഡ്രസ്സാണ് എടുത്തിട്ടോ. പക്ഷേ വീട്ടിൽ കൊണ്ടുപോയി അമ്മ ഇട്ട് നോക്കിയപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അതിനെ ചേഞ്ച് ചെയ്തു, വേറെ ഡ്രസ്സ് എടുത്തു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് അടുത്ത ഋതുവിനാണ് ഡ്രസ്സ് എടുക്കുന്നത്. അപ്പോൾ ഋതു ആണെങ്കിൽ എനിക്ക് ഈ ഡ്രസ്സ് മതിയെന്ന് ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു കൊടുക്കുക, ഇത് കൊച്ചുങ്ങളെ ഡ്രസ്സാടി, നിനക്ക് ഇടാൻ പറ്റത്തില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് ഋതുവിന് അവളെ അളവിന് പറ്റിയത് ഇതാണ് കിട്ടിയത്. പിന്നെ വേറെയൊക്കെ ഉണ്ട്, എന്നാലും അത്ര കളക്ഷൻസും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. പിന്നെ അതിൻ്റെ നീലയും ഉണ്ട്, പക്ഷേ ഇത് അവൾക്ക് ഇട്ട് നോക്കിയപ്പം അത്ര പോരാ. അപ്പോൾ അവൾക്കും ആ കളർ ഡ്രസ്സ് തന്നെയാണ് എടുത്തത്. പിന്നെ ഒരു ബ്ലാക്ക് ഡ്രസ്സ് കണ്ടു, അപ്പോൾ അതും കൂടെ ഇട്ട് നോക്കാം, അതങ്ങ് കൊള്ളാമെങ്കിൽ അതെടുക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അത് അത് അവൾക്ക് ഇട്ടപ്പോൾ ഒരുമാതിരി നെറ്റ് ടൈപ്പ് ഒരുമാതിരി. അവൾ തന്നെ പറഞ്ഞു വേണ്ടെന്ന്. ആദ്യം അത് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവൾ തന്നെ പറഞ്ഞ് വേണ്ടാന്ന് കേട്ടോ. അങ്ങനെ ആളിട്ട് നോക്കിയപ്പോൾ അവൾക്ക് കറക്റ്റില്ല. സത്യം പറഞ്ഞാൽ അവൾക്ക് കറക്റ്റല്ല.
പിന്നെ അവൾ തന്നെ ഊരിക്കും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഊരി എടുത്തു കേട്ടോ. അപ്പോൾ ചേട്ടനാണ് ഒക്കെ എല്ലാം ഇട്ട് കൊടുത്തത്. പിന്നെ ഈ കുഞ്ഞു പിള്ളേരുടെ ഈ ഷോക്സൊക്കെ ഇല്ലേ, അതൊക്കെ കണ്ടപ്പോൾ വാങ്ങാനൊക്കെ തോന്നി കേട്ടോ. പിന്നെ അടുത്ത് നമ്മൾ പോയ സെക്ഷനാണ് സ്പ്രേ. നമ്മൾ എപ്പോഴും ഈ ഗൾഫിൽ നിന്ന് വരുന്നൊരു വല്ലാത്തൊരു മണമാണല്ലേ. നമ്മൾ നാട്ടിൽ സ്പ്രേയും ഗൾഫിൽ സ്പ്രേയും അവരിങ്ങനെ വരുമ്പോൾ ഡിഫറെൻ്റ് ആണ് മണം. ഞാൻ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കും കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഈ ഗൾഫിൽ നിന്ന് പുതുതായിട്ട് വരുന്നവർ എന്ത് മണമാണ്. പക്ഷെ നമ്മളിങ്ങനെ അവിടെ പോയി ഓരോ സാധനങ്ങൾ ഇങ്ങനെ സ്പ്രേ അടിക്കുമ്പോൾ കൺഫ്യൂഷൻ ആവും ഏതെടുക്കണം, ഏത് സ്പ്രേ ആണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ നിന്ന് എല്ലാം കൂടെ ഒത്തടിക്കുന്നതുകൊണ്ട് നമുക്ക് അപ്പം മനസ്സിലാവില്ല ഏതാണ് നല്ല മണമെന്ന് കേട്ടോ. പിന്നെ നമ്മൾ സ്ട്രോബെറിയും കാര്യങ്ങളൊക്കെ വാങ്ങി. പിന്നെ കുഞ്ഞു പിള്ളേരുടെ ഡ്രസ്സൊക്കെ കണ്ടു. പിന്നെ ഋതുവിന് വയ്യ എന്ന് വെച്ചാൽ എനിക്കും വയ്യ കേട്ടോ. കുറേ നടന്ന്, ഇപ്പം നമ്മൾ രാവിലെ ഇറങ്ങിയതാ, അവിടെ തന്നെ കുറേ നടന്നും കാര്യങ്ങളായി. എനിക്കും വയ്യ, ഋതുവിനും വയ്യ നടക്കാൻ. ലാസ്റ്റ് ഈ കുഞ്ഞു പിള്ളേരുടെ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് വന്ന ഒരു ഇതുണ്ട്, എന്താ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, സൈക്കിൾ പോലത്തെ ഒരു സംഭവം. അപ്പോൾ ഞാൻ അതിൽ കയറ്റിയിരുത്തി കേട്ടോ. അപ്പോൾ അവൾക്ക് ഹാപ്പിയായി, എനിക്കും കൈ പിടിച്ചുകൊണ്ട് നടക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ രാത്രിയായി. എല്ലാ ഷോപ്സിലും കയറി ഇറങ്ങി. ഇതിൻ്റെ ഇടയിലും കുറേ ഷോപ്സ് ഞാൻ കയറി കേട്ടോ. പക്ഷെ അതൊന്നും എടുത്തില്ല. കുറച്ച് എടുത്തപ്പോൾ തന്നെ ഞാൻ ടയേർഡായി പോയി. പിന്നെ എടുക്കാനുള്ളൊരു മൂഡും വന്നില്ല. അപ്പോൾ ഇത് അവിടുത്തെ ലൈറ്റാണ് കേട്ടോ. അവിടുത്തെ ലൈറ്റും കാര്യങ്ങളും കണ്ടോ, ആ നീല ലൈറ്റൊക്കെ എന്ത് സൂപ്പറാ. സത്യം പറഞ്ഞാൽ നൈറ്റ് വ്യൂ ആണ് അവിടെ അടിപൊളി. പക്ഷേ ആ നൈറ്റ് വ്യൂ നമ്മുടെ ക്യാമറയിൽ പകർത്തുമ്പോൾ ആ ഒരു ഇത് വരുന്നില്ല, ആ ഒരു ഭംഗി ക്യാമറയിൽ കിട്ടുന്നില്ല. പക്ഷേ നൈറ്റ് വ്യൂ ആണ് ഏറ്റവും കൂടുതൽ ഭംഗി അവിടെ. ഇത് നമ്മുടെ ആകാശത്ത് അവർ ഡിഫറൻസ് കളറായിട്ട് ഇങ്ങനെ മഴവിൽ കളറില്ലേ, നീല, പച്ച, ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ഒരു ഇതാണ് അവിടെ ഒരു ഷോ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ വഴിയിൽ കണ്ടതും. ഇതൊക്കെ അവിടുത്തെ പള്ളിയും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ നേരെ പോവാണ്, വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ബൈ എല്ലാവർക്കും.